ഈ അവസ്ഥയിരിക്കുന്ന ഈ ഒരു കട്ടിലിനെ പുതിയൊരു രൂപത്തിൽ ആക്കാൻ പോവാണ്. സുഹൃത്തുക്കളെ, കവി ഒരു നിമിഷം കൊണ്ട് നോക്കിയോ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു മനസ്സിലായി കാണും പെട്ടെന്ന് കാണുമ്പോഴല്ലേ. എന്താ അവസ്ഥയാന്ന് നോക്കി. കംപ്ലീറ്റ് നാശമായി. ആൾക്കാർക്ക് കൊണ്ട് മനസ്സിലായാലെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇത് കണ്ട, ഏകദേശം മനസ്സിലായല്ലേ. ഇത് ഞങ്ങളുടെ കട്ടിലാണ്. അതായത് ഏകദേശം ഒരു 17. അപ്പോൾ ഈ കട്ടില് ഞങ്ങളുടെ എന്താ പറയുക, ഫാമിലി ലൈഫിലുള്ള ഞങ്ങളുടെ സമ്പാദ്യമായിരുന്നു ഇത്. അത് ഇവിടെ നിന്ന് കൊണ്ടൊന്നല്ല, ഊട്ടിയെന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമൊക്കെ ഉണ്ടല്ലോ, ഈ തടികൾ, ഇത് കംപ്ലീറ്റ് അവിടെ നിന്നുള്ള തടിയാണ്. ഭയങ്കര സ്ട്രോങ് തടികളാണ്. പക്ഷേ ഈ സംഭവം കംപ്ലീറ്റ് നശിച്ചുപോയി. കണ്ടല്ലേ, ഇതെല്ലാം ഇളകി പറഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്കാരൻ ഇത് അടിപൊളിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സാധനങ്ങളെല്ലാം മാറി ഈ അവസ്ഥയിരിക്കുന്ന ഈ ഒരു കട്ടിലിനെ പുതിയൊരു രൂപത്തിൽ ആക്കാൻ പോവാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സ്കിൽഡ് വർക്ക് ചെയ്യാൻ ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും നമുക്ക് ആദ്യം മനസ്സിലെത്തിയ ആൾ ഈ രവിചേട്ടൻ തന്നെയാണ്. കാരണം പുള്ളിക്കാരനാണ് നമ്മുടെ വീടിൻ്റെ പണിയിൽ മിക്കുള്ള കാർപ്പൻ്റ് വർക്ക് മൊത്തം പുള്ളി തന്നെ ചെയ്തത്. പുള്ളിയോട് സംഭവം പറഞ്ഞു, പുള്ളിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിയുടെ കരവിരുതുകളാണ് പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. അപ്പോൾ എന്തായാലും ആ കട്ടിലിൻ്റെ അവസ്ഥ നിങ്ങൾ ആദ്യമേ കണ്ടല്ലോ. മൊത്തവും അതിൻ്റെ സൈഡിലുള്ള ഫ്രെയിമും അതിനകത്തുള്ള ആ പ്ലൈവുഡ് കംപ്ലീറ്റ് ഊറാനുള്ളത്. പക്ഷേ ഞങ്ങൾ ആ ചേട്ടനെ വിളിച്ച് കാണിച്ചപ്പോൾ പുള്ളി ആദ്യം ചെക്ക് ചെയ്തിട്ട് ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ നോക്കി. പ്ലൈവുഡ് മൊത്തം പോയി. പക്ഷെ തടി നല്ലതായിരുന്നു. നമ്മളിപ്പോൾ ഒരു പുതിയ കട്ടിൽ വാങ്ങുവാണെങ്കിൽ ആ തടി മൊത്തവും വേസ്റ്റ് ആയാണ് അല്ലേ. മൊത്തം നല്ല ഒന്നാന്തരം തേക്ക് തടിയായിരുന്നു. നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്ന ഒരു കട്ടിലിന്റെ ഒക്കെ ഇപ്പം നല്ല കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ അതിന്റെ ഫ്രെയിം, ആ തടികൾ എത്രമാത്രം ബെറ്റർ ആണെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇത് പക്ഷേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ആ തടി, അതിന്റെ ഫ്രെയിം ഉഗ്രനായിരുന്നു അല്ലേ. അത് കളഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കാതെ അങ്ങ് വിട്ടേച്ച് പുതിയത് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ എന്തുമല്ല, അത് വേസ്റ്റ് ആയി പോത്തേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു റീവർക്കിനെ പറ്റി ഞങ്ങൾ ചിന്തിച്ചത് തന്നെ. അപ്പോൾ ആ കട്ടിലും ശരിക്കും ഊട്ടിയിൽ നിന്ന് അവിടുന്ന് ലോറിയിൽ ഇവിടെ എത്തിയ കട്ടിലാണ്. 17 വർഷം പഴക്കമുണ്ട്. അതിന് ഇത്രത്തോളം നമ്മൾ എഫക്റ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇതെന്തായാലും നല്ലപോലെ നമ്മൾ ഒരു 20 വർഷം മാക്സിമം. പക്ഷെ ശരിക്കും ആൾക്കാർ ചിന്തിക്കും, എന്തിനാണ് നിങ്ങൾ ഇത്രയും എഫർട്ട് എടുത്തിട്ട് ഇത് റീവർക്ക് ചെയ്തത്. ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച, അപ്പം അച്ചുമോനും ഒക്കെ ഇതിൽ ജനിച്ച് വീണതൊക്കെ അവർ ഈ കട്ടില്ല. പണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു ബെഡ് ഉണ്ടായിരുന്നു. തങ്കമ്മച്ചി ഞാൻ പ്രസവിച്ച സമയത്ത് കുറേ കാലം ഉപയോഗിച്ച് അതിൽ കിടന്നാലേ അമ്മയ്ക്കും എനിക്ക് ഉറക്കം വരത്തുള്ളായിരുന്നു എന്ന് പറഞ്ഞ പോലെ കുറേ മെമ്മറീസ് ഉള്ള ഒരു കട്ടിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നശിപ്പിച്ച് കളയാനും അങ്ങനെ പോകാനുള്ള മനസ്സ് നമുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞങ്ങൾ റെഡിയാക്കി എടുക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത്യാവശ്യം അതിന് വേണ്ട സാധനങ്ങളെല്ലാം അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ വാങ്ങിച്ചു കൊടുത്തു. കുറച്ച് ചിലവുണ്ടായിരുന്നു. എങ്കിൽ പോലും പുതിയൊരു കട്ടിൽ വാങ്ങുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഞങ്ങൾക്ക് ലാഭമായി. എപ്പോഴും പറയാമല്ലോ, അതിൻ്റെ ഫ്രെയിം നല്ല തടിയായിരുന്നു. പറഞ്ഞു അത് ആണി അടിച്ചാൽ പോലും അതിൽ കയറില്ല, അത്ര സ്ട്രോങ് എന്ന് ആലോചിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സംഭവം അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കാന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഡിസൈൻ കൊടുത്തത് കൊണ്ട് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ചെലവ് വന്നിട്ടുള്ളത്. അപ്പൊ പഴയതുപോലെ തന്നെ നമ്മൾ ഒരേ ലെവലിൽ പണിഞ്ഞായിരുന്നെങ്കിൽ ഈ എക്സ്ട്രാ ചെലവൊന്നും വരത്തില്ലായിരുന്നു. പക്ഷെ എക്സ്ട്രാ അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഒരു 20 വർഷം കൂടെ കിടക്കാനുള്ളതല്ലേ. അപ്പൊ ഒന്ന് ചെറിയൊരു ഡിസൈൻ കൊടുത്തതാ. അതെ, അപ്പോൾ ഒരു കുറച്ച് കാലം കൊണ്ട് ഇനി ഇപ്പൊ അതേപോലെ തന്നെ ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇൻസെക്ട്സ് ഒക്കെ വന്നിട്ട് ഇത് നശിപ്പിച്ച് കളയുന്ന സംഭവമുണ്ട്. അതിനിപ്പോൾ അതിനുള്ള എന്താ പറയുക മരുന്നുകളൊക്കെ ഉണ്ട്, ഒക്കെ ചെയ്തൊക്കെ ഉപയോഗിച്ച് പോകുന്നേ ഉള്ളൂ. എന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത് ഒടിഞ്ഞ് പറഞ്ഞ് നശിച്ചു പോകുമെന്ന് വിചാരിച്ചെടുത്തുനിന്ന് അതിനെ റെഡിയാക്കി എടുത്ത് ഒരു 2 ദിവസം 2.5 ദിവസത്തെ പണി ഉണ്ടായിരുന്നു. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് രവിചേട്ടൻ പ്രവർത്തിച്ചതും. പുള്ളി ശരിക്കും വളരെ നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾ കുറേ കാലം കൊണ്ട് പുള്ളിനെ അറിയാം. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ, ഞാൻ പുള്ളിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം, ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പുള്ളിയെ വിളിക്കാം. ഒരു സാധാരണ മനുഷ്യനാണ്, നല്ല സാധുവായ ഒരു മനുഷ്യൻ. പുള്ളി എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യമുള്ള നല്ലൊരു കുടുംബസ്ഥനാണ്, നല്ലൊരു കുടുംബം നോക്കുന്ന നല്ലൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അതുമല്ല അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കഴിവുകൾ ഒരുപാടുണ്ട്. പുള്ളി കുറേ വർക്കുകൾ എന്നെ കാണിച്ചായിരുന്നു. അതൊക്കെ വളരെ മനോഹരമായിട്ട് കബോർഡ് ചെയ്തതും കട്ടിൽ ചെയ്തതും അലമാര ചെയ്തതിൻ്റെ കുറേ വർക്കുകൾ, കഥകൾ ചെയ്തത്. പക്ഷെ ഇതൊന്നും ആരും അറിയുന്നില്ല. ഇതുപോലെ ഒരുപാട് സൂപ്പർ കഴിവുകളുള്ള ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളാരും അവരെ കണ്ടെത്തുന്നില്ല എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും പുള്ളിയെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. പുള്ളിയുടെ കരവിരുതുകൾ ഇനിയും ഒരുപാട് വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അടിപൊളിയായിട്ട് ഭയങ്കര സന്തോഷമായി, കണ്ടില്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.